Welcome to my gully. You must be wondering, is it a gully boy scene or not? No, this is my booth.
Good afternoon, everyone. Welcome again for the afternoon session. Here, talk is taken by Dr. Ashwati RP, Assistant Professor on Department of Physics, University of Kerala, on the topic the Earth. Good afternoon to all. So, my talk is titled The Earth. Because actually, ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ഏതൊരു കാര്യം എടുത്താലും എവറിത്തിങ് ഈസ് ബിലോങ്ങിങ് ഫ്രം ദ എർത്ത്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ്, വാട്ടർ, പിന്നെ മെറ്റീരിയൽസ്, കെമിക്കൽസ്, എല്ലാം വി ആർ ടേക്കിംഗ് ഫ്രം ദ എർത്ത്. സോ ഒരു രീതിയിൽ അല്ലെങ്കിലും മറ്റൊരു രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എർത്തിൻ്റെ എല്ലാ സബ്സ്ട്രാക്റ്റിനെയും യൂസ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് എർത്ത് ഈസ് സോ ജനറസ്. സോ ഐ വിൽ ബി ഷെയറിങ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഓൺ സം ആസ്പെക്ട്സ് ഓൺ ദ എർത്ത്. സോ ഈ രീതിയിലാണ് ടോക്ക് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഐ വിൽ ബി ടോക്കിംഗ് ഓൺ ദ ഒറിജിൻ ഓഫ് എർത്ത്, ദെൻ സം ഓഫ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, then it's born with the sun, how they are related. Then out of this vast universe, only life is there only on earth. So what are those conditions which makes the earth to be a habitable one? So aina base ചെയ്തിട്ടുള്ള some aspect I will be discussing. Then I will be winding up with the significance of saving the earth. In this way I am organizing the talk. സോ എർത്തിൻ്റെ ഒറിജിനെ പറ്റി പറയുകയാണെങ്കിൽ വി ഷുഡ് സ്റ്റാർട്ട് വിത്ത് ദ ഒറിജിൻ ഓഫ് അവർ യൂണിവേഴ്സ്. ഇപ്പോൾ കാണുന്ന സ്റ്റാർസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്ലാനറ്റ്സിനെല്ലാം ഇഫ് വി അനലൈസ് ദെൻ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദേ ആർ മൂവിങ് അവേ ഫ്രം ഈച്ച് അതർ. പരസ്പരം അകന്നു പോകുന്നു എല്ലാ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് എല്ലാം. സോ മറ്റൊരു രീതിയിൽ അതിനെ പറഞ്ഞാൽ ദ യൂണിവേഴ്സ് ഈസ് ഒബ്സർവ് ടു ബി എക്സ്പാൻഡിങ് വിത്ത് എ സ്പെസിഫൈഡ് റേറ്റ്. സോ ആ ഒരു റേറ്റ് എടുത്ത് നമ്മൾ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ബാക്കിലോട്ട് പോയാൽ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സംവെയർ ഇൻ ടൈം, നോട്ട് ടൈം, സംവെയർ എവറിത്തിങ് വെയർ മെർജ്ഡ് വൺ. നമ്മൾ ഈ കാണുന്ന എല്ലാ ഒബ്ജക്ട്സും എല്ലാ എനർജിയും ഒരു കാലത്ത് ഒരുമിച്ചായിരുന്നു. ദെൻ ആൻ എക്സ്പാൻഷൻ ഹാപ്പൻസ് ആൻഡ് വിച്ച് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ആദ്യ ടൈമിൽ ദ expansion was so rapid and it was so exponential, then it slows down. So ആ ഒരു ആ റേറ്റ് എടുത്തിട്ട് ബാക്ക്വേർഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി വിൽ ബി അറൈവിങ് അറ്റ് ദ ടൈം ഓഫ് 13.77 ബില്യൺ ഇയേഴ്സ്. ഏകദേശം 137 കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ കാണുന്ന സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ് ദേ വെർ ഓൾ മെർജ്ഡ് ടുഗദർ. then suddenly something happened that ആ ഒരു merged സ്റ്റേറ്റിൽ നിന്ന് ഇത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റിലെത്തി. സോ ഈ ഒരു ഡയഗ്രം എന്ന് പറയുന്നത് ഈ ഒരു സഡൻ എക്സ്പാൻഷനെ നമ്മൾ വി കോൾ ഇറ്റ് as the big bang. It's not an explosion, it's a sudden expansion of the thing that were existed in that time. So this figure shows that where the x-axis represents the time, that is 13.77 billion years. അതിൻ്റെ ഒരു ടൈം ഇവല്യൂഷൻസിൽ സോ മെനി പ്രോസസ്സസ് വെയർ ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് റീച്ച് അപ് ടു എ ടൈം നൗ. സോ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ ഈ കാണുന്ന സ്പേസ് അല്ലെങ്കിൽ ടൈം അതിനൊക്കെ ഒരു ഒറിജിൻ ഉണ്ടായത് ഇതിന് ശേഷമാണ്. ദാറ്റ് ഈസ് ആഫ്റ്റർ ദിസ് മച്ച് ഓഫ് ഇയർ. നമ്മളിപ്പോൾ യൂണിവേഴ്സ് ഒരു എക്സ്പാൻഷൻ നടന്നു എന്ന് പറയുമ്പം വി വിൽ തിങ്ക് ദാറ്റ് ഒരു സ്പേസിൽ ഇത് നടന്നു എന്ന രീതിയിലാണ് വി വിൽ തിങ്ക്, ബട്ട് നോട്ട് ദാറ്റ്. സ്പേസ് ഉണ്ടായത് തന്നെ അതിന് ശേഷമാണ്. So, but our mind are tuned to this space. That's why we are thinking like that. So, matter, energy, time, and space, they were together, and something happened that we don't know. After which this much of expansion happened, and we are now. This is the origin of the universe. Then, നമ്മുടെ എർത്തിലും അല്ലെങ്കിൽ നമ്മുടെ സണ്ണിലും അതൊക്കെ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്നെ പറ്റി വി ക്യാൻ ഡിസ്കസ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ്റെ ടൈമിൽ യൂണിവേഴ്സ് വെയർ ഫുൾ ഓഫ് ഡസ്റ്റ്. ആദ്യം മാറ്ററും എനർജിയും ദേ വെയർ മെർജ്ഡ് ടുഗദർ. റേഡിയേഷൻ ഇല്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല.
അതിൻ്റെ ഇവല്യൂഷൻ്റെ പല ടൈമിൽ പല ടെമ്പറേച്ചറിൽ പല കണ്ടീഷൻസിൽ ദേ വെയർ സെപ്പറേറ്റഡ് മാറ്റർ ആൻഡ് എനർജി ദേ വെയർ സെപ്പറേറ്റഡ് ആൻഡ് യൂണിവേഴ്സ് വെയർ ഫുള്ളി ഒക്കുപ്പൈഡ് ബൈ ഡസ്റ്റ് പാർട്ടിക്കിൾ, അതായത് പൊടിപടലങ്ങൾ മാത്രമായിരുന്നു. പല ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ആൻഡ് വി നോ ദാറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് എല്ലാം ചേർന്ന് ഒരു പൊടിപടലങ്ങൾ നിറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു യൂണിവേഴ്സിന് ഉണ്ടായിരുന്നത്. ആൻഡ് വെയർ ഡസ് ദാറ്റ് ഡസ് കം ദാറ്റ് വി ഡോണ്ട് നോ. അപ്പോൾ നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ പൊടിപടലങ്ങളിലാണല്ലോ കളിച്ച് വളരുന്നത്. അപ്പോൾ നമ്മൾ മണ്ണപ്പം ചുട്ട് കളിച്ചതൊക്കെ ശരിക്കൊരു കോസ്മോളജിക്കൽ മിസ്റ്ററിയാണ്. എങ്ങനെ യൂണിവേഴ്സിൽ ഡസ്റ്റ് വന്നു എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായൊരു ആൻസർ ഇല്ല. അപ്പോൾ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ വളരെ ഫൈനായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വളരെ ഫൈൻ പാർട്ടിക്കിൾ ആണെങ്കിൽ അത് സെറ്റിൽ ചെയ്യില്ല. അത് സെറ്റിൽ ചെയ്തൊരു ഗ്രാവിറ്റി അതിലോട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി ദേ ഷുഡ് ഹാവ് സം വെയിറ്റ്. സോ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ അടിഞ്ഞു കൂടിയിട്ട് ദേ അക്വയർ ഒരു കൂടി ചേർന്ന് കുറച്ചുകൂടെ വലിയൊരു ലംസ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിളായിട്ട് അത് മാറും. അങ്ങനെ വരുമ്പോൾ അതിലോട്ട് ഗ്രാവിറ്റി ആ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ചെറിയ ചെറിയ ഡസ്റ്റ് പാർട്ടിക്കിൾ കമ്പൈൻ ടുഗദർ ടു ഫോം ലാർജ് ഡസ്റ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ അതിൽ ഗ്രാവിറ്റി ദെൻ ബിക്കം ആക്ട്. ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് ആ ഡസ്റ്റ് ലൂപ്സിൻ്റെ സെൻറ്ററിലോട്ടായിരിക്കും. അപ്പോൾ സെൻറ്ററിലോട്ടാണ് ഏറ്റവും അധികം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ഉള്ളത്. അപ്പോൾ സെൻറ്റർ ഈസ് in a position which is higher temperature, higher pressure, which is able to set the stage for the chemical reactions to happen. നമ്മൾ അതിൻ്റെ സർഫസിലോട്ടോ മറ്റോ റീജിയനിലൊക്കെ പോകുമ്പോൾ ദാറ്റ് മച്ച് ടെമ്പറേച്ചർ വാസ് നോട്ട് ദെയർ. സെൻറ്ററിൽ ഗ്രാവിറ്റി ഈസ് പോയിൻറ്റിങ് ടുവേർഡ് ദ സെൻറ്റർ, സോ ഫോഴ്സ് ഈസ് ടുവേർഡ് ദ സെൻറ്റർ, ടെമ്പറേച്ചർ ഈസ് മോസ്റ്റ് ദെയർ. സോ chemical reaction, fusion reaction started to happen. Chemical reaction നടന്ന് എനർജി റിലീസ് ചെയ്തിട്ട് ആൻഡ് ദാറ്റ് പാർട്ട് ബിക്കം ദ സെൻട്രൽ പോർഷൻ. ബാക്കിയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾ അതിൻ്റെ ചുറ്റുമുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾ വെയർ ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് ദാറ്റ് സെൻറ്റർ ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റ്. ആൻഡ് ഇത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് നടക്കുന്ന പ്രോസസ്സാണല്ലോ. സോ അതിൻ്റെ ഒരു ഇവല്യൂഷൻ, അത് അടിഞ്ഞു കൂടി കിടന്ന് ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഓരോ പ്ലാനറ്റ്സ് ആയിട്ട് മാറി. അങ്ങനെയാണ് സോളാർ സിസ്റ്റം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡസ്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സൺസ് ഈ പ്രോസസ്സ് തന്നെ യൂണിവേഴ്സിൻ്റെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സൺസ് ഉണ്ട്, അതിനെ ചുറ്റി കോടിക്കണക്കിന് പ്ലാനറ്റ്സും ഉണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്ന സൺ, അതിന് ചുറ്റുമുള്ള 8 പ്ലാനറ്റ്സ്, 8 ഓർബിറ്റിൽ കിടന്ന് കളിച്ച ഡസ്റ്റ് എല്ലാം കൂടെ ഫൈനലി അത്രയും പ്ലാനറ്റ്സ് ആയിട്ട് മാറി. സോ അതാണ് ദ ഒറിജിൻ ഓഫ് ഔ സോളാർ സിസ്റ്റം. സോ നമ്മൾ ജനിക്കേണ്ടിയിരുന്ന ഒരു ഭൂമി എന്ന് പറയുന്നത് ആക്ച്വലി വെറും ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾ. അത് കാലാകാലങ്ങളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് അതിൻ്റെ സെൻട്രലിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് എനർജി റിലീസ് ചെയ്ത് സണ്ണാവുന്നു. അതിന് ചുറ്റും ഓരോ ഡിഫറെൻ്റ് ഓർബിറ്റിൽ പല ഡസ്റ്റ് പാർട്ടിക്കിൾ കൂടി ചേർന്ന് പല പ്ലാനറ്റ്സ് ഉണ്ടാകുന്നു. സോ വി ആർ അറ്റ് ദ തേർഡ് ലെവൽ, ദാറ്റ് ഈസ് ദ എർത്ത്. അതാണ് അങ്ങനെയാണ് ഇഫ് യു ഡിസ്കസ് ഓൺ ഹൗ എർത്ത് ഈസ് ജനറേറ്റഡ്. സോ ദ ഷേപ്പ് ഓഫ് ദ എർത്ത്, വി നോ ദാറ്റ് നമ്മൾ പല ഡയഗ്രാംസിലൊക്കെ കണ്ടിട്ടുണ്ട് ദാറ്റ് ദ സ്പെറിക്കൽ ഷേപ്പ് ഓഫ് എർത്ത്. അതിന് കാരണം ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒരു കൂടിച്ചേർന്ന ആ ഒരു ഷേപ്പിൽ സിമെട്രിക്കലി ഗ്രാവിറ്റി സെൻട്രലിലോട്ട് ആക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്പെറിക്കൽ. എല്ലാ പാർട്സിൽ നിന്നും ആ ഫോഴ്സ് ഈക്വലി അതിൻ്റെ സെൻട്രലിലോട്ട് വരുന്ന ആ ഒരു ഷേപ്പ് ഈസ് നത്തിങ് അതർ ദാൻ സ്ഫിയർ. വേറൊരു ഷേപ്പിനും ആ പ്രോപ്പർട്ടി ഇല്ല. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സ്പെറിക്കൽ. ബട്ട് അങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഫിഗേഴ്സൊക്കെ. ബട്ട് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി സ്പെറിക്കൽ. ഫോർഗെറ്റ് അബൌട്ട് ദ കളർ, ബട്ട് നിയർലി ദിസ് ഷേപ്പ്, ഈ ഷേപ്പാണ് ആക്ച്വലി എർത്തിന് ഒരു നിയർലി സ്പെറിക്കലാണ്. മേ ബി സം മീറ്റിയോറിക് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഇത്രയും ഇയേഴ്സ് ഓഫ് ഇത് സസ്റ്റെയിൻ ചെയ്യുന്നല്ലോ പല ഇൻട്രാക്ഷൻസിൽ കൂടെ ആക്ച്വൽ എക്സാക്ട് സ്പെറിക്കൽ ഷേപ്പിൽ നിന്നും അതിന് ഡീവിയേഷൻസ് ഉണ്ട്. ആൻഡ് നമ്മുടെ എർത്തിൻ്റെ സെൻറ്റർ ഈസ് സംവാട്ട് ബൾജ്ഡ്. ആൻഡ് ഈ എർത്തിൻ്റെ ഷേപ്പിനെയാണ് ഒബ്ലൈറ്റ് എലിപ്സോയിഡ് എന്നാണ് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പിനെ പറയുന്നത്. ഇനി സ്പിന്നിങ് ഓഫ് എർത്ത്, ഈ ഒരു ഡസ്റ്റിൻ്റെ ഈ ഒരു എന്താ പറയുന്നത് സസ്പെൻഡഡ് ഡസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്
we know that it is rotating about the center. Um, mm, uh, Typically 24 hours, more precisely speaking 23 hours 56 minutes and 4 സെക്കൻഡിൽ അത് ഒരു പ്രാവശ്യം അത് റൊട്ടേറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ആവുന്നുണ്ട് അതിൻ്റെ റൊട്ടേഷൻ പീരീഡ്. സോ വൈ എർത്ത് സ്പിൻസ്? ഇപ്പോൾ എർത്ത് സ്പിന്ന് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് കാലാകാലങ്ങളായിട്ട് സ്പിൻ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂയിങ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ദാറ്റ് എവ്രി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ്. അപ്പോൾ അൺടിൽ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് എർത്തിൽ അറ്റാക്ക് ചെയ്യുന്നത് വരെ ഇറ്റ് സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്. സോ ദാറ്റ്സ് വൈ നൗ എർത്ത് ഈസ് സ്പിന്നിങ്. ബട്ട് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് ടു സ്പിൻ? ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് വന്നടിയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മൊമെൻറ്റം, ആ മൊമെൻറ്റം സംഹൗ ഇറ്റ് ഷുഡ് ബി കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ഒരു ഇമ്പാക്റ്റിനുണ്ടാകുന്ന ആ ഫോഴ്സ് കൊണ്ടാണ് ഇനിഷ്യലി എർത്ത് സ്റ്റാർട്ടഡ് ടു റൊട്ടേറ്റ്. വൺസ് അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദർ ഈസ് നോ ഫോഴ്സ് till now has been there to stop the spinning of earth. That is the reason why earth spins. So spinning adinte oru slow version aanu. Actually suppose sun will be there and earth is rotating like that, and half of the time earth inde oru portion will be rotated and facing the sun. At the same time matte portion away from sun ആയിരിക്കും. So സണ്ണിനെ ഫേസ് ചെയ്തിരുന്ന അത്രയും ടൈം വി കോൾ ഇറ്റ് എസ് ഡേ, ആൻഡ് അവേ ഫ്രം ദ സണ്ണായിരുന്ന അത്രയും ടൈം വി കോൾ ഇറ്റ് എസ് നൈറ്റ്. സോ യു ക്യാൻ സീ ദാറ്റ് അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ടു റൊട്ടേറ്റ് ദിസ് പോർഷൻ സണ്ണിനെ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ ആ ഒരു റെജീമിലോട്ട് ഇത് എത്തിത്തുടങ്ങുമ്പം നമ്മൾ പറയും മോർണിംഗ്, കറക്റ്റ് എക്സാക്ട്ലി സെൻട്രൽ വരുമ്പം ന്യൂൺ, ദെൻ ഈവനിങ്, ദെൻ മറ്റേ സെക്ടറിലോട്ട് അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നൈറ്റ് എന്ന് പറയും. സോ ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്പിന്നിങ് ഓഫ് എർത്ത്. യു ക്യാൻ വിഷൻ ദാറ്റ് എല്ലാ പ്ലേസ്ഡ് ഇൻ എ കറക്റ്റ് സീക്വൻസ്, ദാറ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരുന്നു, അതിൻ്റെ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം കൊണ്ട് സ്പിൻ ചെയ്യാൻ തുടങ്ങുന്നു. സ്പിൻ ചെയ്തിട്ട് തന്നെ ആൻഡ് ഹാഫ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ബീങ് exposed to sun, we call it as day. Then half the time night, അത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദിസ് ഈസ് സം അതർ പ്ലാനറ്റ്സ്. അതിൻ്റെയൊക്കെ ഒരു എല്ലാ പ്ലാനറ്റ്സും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം എല്ലാ പ്ലാനറ്റ്സും ഡസ്റ്റിൽ നിന്നാണ് ദേ ആർ ക്രിയേറ്റഡ്. ആൻഡ് ഫസ്റ്റ് ദിസ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം കൊണ്ട് ദിസ് സ്റ്റാർട്ട് ടു റൊട്ടേറ്റ്, ആൻഡ് ഡ്യൂറിങ് വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും അതിനെ സ്റ്റോപ്പ് ചെയ്യാനില്ലാത്തിടത്തോളം കാലം എവ്രിതിങ് ഈസ് റൊട്ടേറ്റിംഗ്. സോ റൊട്ടേഷൻ ഈസ് ആൻ യൂണിവേഴ്സൽ ഫിനോമിന. Yes, ladies, ladies. അതിലാവുന്നില്ല കേട്ടോ. നമ്മൾ നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സ്റ്റാർ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ, അല്ലെങ്കിൽ വിച്ച് ഈസ് ഒരുപാട് പല ഒബ്ജക്റ്റും അതിനെ റിവോൾവ് ചെയ്യുന്നു. ആ ഒരു സിസ്റ്റം, അതിനെയാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്ററിൽ സണ്ണാണ്. പിന്നെ സണ്ണിനെ പറ്റി കുറച്ച് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഡസ്റ്റ് എൻവലോപ്പിൻ്റെ സെൻറ്ററിലുള്ള ഫോഴ്സും ടെമ്പറേച്ചറും ഭയങ്കര കൂടുതലായിരുന്നുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻസ് നടന്ന് എനർജി റിലീസ്ഡായി. സോ സണ്ണിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ സണ്ണിൻ്റെ സെൻറ്ററിൽ ആണ് ഈ കെമിക്കൽ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ ഹാപ്പൻ ആൻഡ് എനർജി ഈസ് ബീങ് റിലീസ്. സോ കോർ റീജിയൻ വെയർ എനർജി ഈസ് ബീങ് റിലീസ്ഡ്. ദെൻ അത് കഴിഞ്ഞിട്ടൊരു റീജിയൻ ഉണ്ട് വിച്ച് ഈസ് കോൾഡ് ആസ് റേഡിയേറ്റീവ് ലെയർ. ഒരു ടിപ്പിക്കലി ഒരു റീജിയണാണത്. അപ്പോൾ സെൻറ്ററിൽ ജനറേറ്റ് ചെയ്ത ഈ എനർജി ഈസ് ബീങ് radiated outwards through this layer. And after that another layer which is called as convective layer. അവിടെ ഈ എനർജി ലൂപ്സ് രൂപത്തിൽ അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എനർജി ഈസ് ലൂപ്പിംഗ് ദെയർ ഇൻ ദാറ്റ് തേർഡ് റീജിയൻ.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്ന വിസിബിൾ പോർഷൻ വിച്ച് ഈസ് കോൾഡ് എസ് ഫോട്ടോസ്ഫിയർ. നമ്മൾ വൈറ്റായിട്ടും ചില സമയത്തൊക്കെ റെഡ് ആൻഡ് ഓറഞ്ച് കളറിൽ യെല്ലോ കളറിലൊക്കെ കാണുന്ന ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് എസ് ഫോട്ടോസ്ഫിയർ, വിച്ച് ആ റീജിയനാണ് നമ്മുടെ ഐക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന റീജിയൻ. ദാറ്റ്സ് വൈ വി ആർ സീയിങ് അതിനെ കവർ ചെയ്തിട്ട് 2 regions are there, chromosphere and outermost layer corona. സോ ഇതാണ് സ്ട്രക്ചർ ഓഫ് സണ്ണിന് ഇൻറ്റീരിയർ നമ്മളൊന്ന് എക്സാമിൻ ചെയ്താലുള്ളത്. കോർ, റേഡിയേറ്റീവ് സോൺ, കൺവെക്റ്റീവ് സോൺ, ദെൻ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ ആൻഡ് കൊറോണ. സോ സണ്ണിൻ്റെ കെമിക്കൽ റിയാക്ഷനിൽ നിന്നുള്ള എനർജിയാണ് ചുറ്റും നമ്മൾ ഈ റിസീവ് ചെയ്യുന്ന വിസിബിളായിട്ട് റിസീവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ സണ്ണിൻ്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കിയാൽ ഇറ്റ് ഈസ് എ സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ. നമ്മുടെ ഐസ് ആർ സെൻസിറ്റീവ് ടു വിസിബിൾ റേസ് ഓൺലി. ദാറ്റ്സ് വൈ നമ്മളിതൊരു വൈറ്റ് ലൈറ്റ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. വൈറ്റ് ലൈറ്റിന് 7 വേവ് ലെന്ത് ഉള്ള ലൈറ്റ് ഉണ്ട്, വിബ്ജിയോർ. അത് മെർജ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ലൈറ്റ് ആയിട്ട് കാണുന്നു. അത് പോയിട്ട് എ വെരി സ്മാൾ വേവ് ലെന്ത് ടു വെരി ലാർജ് വേവ് ലെന്ത്, എക്സ്റേ, ഗാമ റേസ് ഉണ്ട്, എക്സ്റേസ്, UV, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ആൻഡ് റേഡിയോ വേവ്. ലാർജ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്തിലും ഡിഫറെൻറ്റ് എനർജിയിലും ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുമുള്ള എ ലാർജ് സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ ഈസ് ബീങ് എമിറ്റഡ് ഫ്രം സൺ. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ഹൈ ടെമ്പറേച്ചർ കാരണം സണ്ണിലുള്ള പല എലമെൻസും അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. നമുക്കറിയാമല്ലോ, സ്പെക്ട്രോസ്കോപ്പീസിലൊക്കെ പഠിച്ചു കാണും. പല ഓരോ എലമെൻറ്റിനും അതിൻ്റെ എനർജി സ്റ്റേറ്റിൽ ചേഞ്ചസിലുള്ള എനർജി കിട്ടിയാൽ ദേ വിൽ ഗോ ടു എക്സൈറ്റഡ് സ്റ്റേറ്റ്. ചിലത് വൈബ്രേഷണൽ, ചിലത് റൊട്ടേഷണൽ, ചിലത് ന്യൂക്ലിയർ സ്പിന്നിൻ്റെ ചേഞ്ച്. എനിവേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയുമായിട്ട് ഈ സണ്ണിനകത്തുള്ള ഓരോ എലമെൻറ്റ്സ് ഇൻട്രാക്ട് ചെയ്യുമ്പം ദേ വിൽ എക്സൈറ്റ് ആൻഡ് ഡീ എക്സൈറ്റ്. ആ ഒരു എനർജിയെ നമ്മൾ റേഡിയേഷനായിട്ട് നമ്മൾ റിട്രൈവ് ചെയ്യും. സോ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് എനർജി സ്റ്റേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UV ഒക്കെ ആണെങ്കിൽ സണ്ണിലുള്ള എലമെൻറ്റ്സിൻ്റെ റൊട്ടേഷണൽ ചേഞ്ചസ് ആണ്. ലോവർ റൊട്ടേഷണൽ സ്റ്റേറ്റിൽ നിന്ന് ഹയർ റൊട്ടേഷണൽ സ്റ്റേറ്റിലോട്ട് പോകുന്നു, റൊട്ടേഷണൽ ഡിഫറെൻറ്റ് എനർജി സ്റ്റേറ്റിലോട്ട്. വിച്ച് മീൻസ് റൊട്ടേഷണൽ മീൻസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോകാമെന്ന് വെച്ചാൽ. സോ അതിൻ്റെ ആ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് സ്പീഡ് കുറയുന്നു. ആ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു റേഡിയേഷൻ ആൻഡ് വിച്ച് വി സി. സോ ചുരുക്കം ഇതാണ് ഒരു സ്പെക്ട്രം ഓഫ് റേഡിയേഷൻ ഈസ് ബീൻ എമിറ്റഡ് ഫ്രം സൺ. സോ എർത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സണ്ണിൽ നിന്ന് വരുന്ന ഒരു ബീം ഓഫ് റേഡിയേഷനിലാണ് എർത്ത് ഇരിക്കുന്നത്. സോ എർത്ത് അല്ലാതെ ആലോചിച്ചാൽ എർത്തിൻ്റെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സൺ. എർത്തിൻ്റെ എല്ലാ പ്രോസസ്സിനുള്ള എനർജി എന്ന് പറയുന്നത് സണ്ണിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റിസൾട്ടൻ്റായിട്ട് വരുന്ന എനർജിയാണ് എർത്ത് റിസീവ് ചെയ്യുന്നത്. സോ അതാണ് എർത്തും സണ്ണും തമ്മിലുള്ളൊരു ബോണ്ട് എന്ന് പറയുന്നത്. അതായത് ഈ പിക്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ദാറ്റ് ഹൈഡ്രജൻ ഫ്യൂഷൻ നടന്ന് സണ്ണിൽ എനർജി ഉണ്ടാകുന്നു, ഇറ്റ്സ് റീച്ചസ് അപ് ടു എർത്ത്. ആൻഡ് എർത്തിലെ എല്ലാ പ്രോസസ്സുകളും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് വാട്ട് എവർ ദ എനർജി ദാറ്റ് വി ഹാവ് ബീൻ റിസീവ്ഡ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ ഫ്രം സൺ. സോ സൺ എർത്ത് ഡിസ്റ്റൻസ് ഏകദേശം 150 മില്യൺ കിലോമീറ്റർ. ഇനി എർത്തിൻ്റെ ഒരു ഷേപ്പ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്താൽ ഈ റീജിയൻ ഉണ്ടല്ലോ, ഒരു സെൻട്രൽ റീജിയൻ, ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇക്വറ്റോറിയൽ റീജിയൻ വിച്ച് ഈസ് മോർ ബൾജ് ആൻഡ് വിച്ച് ഈസ് മോർ എക്സ്പോസ്ഡ് ടു സോളാർ ഫ്ലക്സ്. അപ്പോൾ നമ്മൾ ആ റീജിയനിലുള്ള ഇക്വറ്റോറിയൽ റീജിയൻസിലുള്ള regionsile maximum reception of energy compared to poles. You may be knowing the poles, north and south pole. So ഈ ഒരു ബൾജിങ് ഉള്ളത് കൊണ്ടൊരു ഹീറ്റ് യൂണിഫോം ആയിട്ടല്ല എർത്തിലോട്ട് വരുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ആണ് എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പല പ്രോസസ്സുകളും പിന്നെയും എർത്തിൽ നടക്കുന്നുണ്ട്. സോ നമ്മൾ ചിന്തിച്ചാൽ ഇപ്പോൾ ഒരു ടോട്ടൽ യൂണിവേഴ്സിൽ ഇഫ് യു ആർ തിങ്കിങ് ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് സ്റ്റാർസും ഉണ്ട്, അതുപോലെ തന്നെ അതിനെ സറൗണ്ട് ചെയ്ത് ഇതുപോലെ തന്നെ ആ പ്രോസസ്സ് നടന്നിട്ട് കോടിക്കണക്കിന് പ്ലാനറ്റ്സും ഉണ്ട്. അപ്പം നമ്പർ എടുത്താൽ തന്നെ 10⁻²⁴, 25 ആണ് അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഇത് ഒരു സംഖ്യ കഴിഞ്ഞിട്ട് ഏകദേശം യു പുട്ട് 25 zeros, ദാറ്റ് മച്ച് ഓഫ്
suns and planets are there in our universe. എർത്തിൻ്റെ ഒരു സൈസ് എടുത്താൽ ഏകദേശം അത്ര തന്നെയാണ്, 10⁻26 കിലോമീറ്റർ. യു put a number and put 260, that much of kilometer is the size of universe. And എർത്തിൻ്റെ സൈസ് എടുത്താൽ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം 6000 കിലോമീറ്റർ ആണ്. സോ യു ക്യാൻ ഇമാജിൻ ദാറ്റ് ഇത്രയും വലിയൊരു വാസ്റ്റ് യൂണിവേഴ്സിൽ വളരെ നെഗ്ലിജിബിളി സ്മോൾ ആണ് നമ്മൾ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന സ്പേസ്. ബട്ട് യെറ്റ് ഓൺലി ലൈഫ് ഈസ് ദെയർ ഹിയർ. ഈ ഒരു 6300 കിലോമീറ്ററിലാണ് ലൈഫ് ഉള്ളത് കമ്പയർഡ് ടു ദ വെരി ബിഗ് യൂണിവേഴ്സ്. ദ റെസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സ് ഈസ് കംപ്ലീറ്റ്ലി സൈലൻറ്റ്. either they are very dry or very hot or very cold. Nothing is there, and they അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ they won't speak us to anything to us. Only we know that ഈ ഒരു വാസ്റ്റ് യൂണിവേഴ്സിൽ ലൈഫ് ഈസ് ദെയർ ഓൺ ദിസ് വെരി സ്മാൾ ടൈനി പ്ലാനറ്റ്. നമുക്ക് ലൈഫിൻ്റെ പല മാനിഫെസ്റ്റേഷൻസും ദാറ്റ് വി ക്യാൻ സീ. ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് അനിമൽസ്, ബേർഡ്സ്, പ്ലാന്റ്സ്, വെറൈറ്റി ഓഫ് സ്പീഷീസ്, സ്മോൾ ടു ലാർജ് സ്കെയിൽസ്. ഇനി ലൈഫിൻ്റെ തന്നെ പല സ്റ്റേജസ്, ഫ്രം എ വെരി ടൈനി ബേബി ടു വെരി ലാർജ് ഓർ വെരി ഏജ്ഡ് വൺസ്. ആൻഡ് നമ്മുടെ എല്ലാ ഡ്രീംസ്, നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റീസ് എല്ലാം ലൈസ് ഓൺ ദി എർത്ത്. എല്ലാം ഈ ഒരു 6000 കിലോമീറ്ററിലാണ് കിടന്ന് കളിക്കുന്നത്. ദാറ്റ് ബാക്കി ഇത്രയും വാസ്റ്റ് യൂണിവേഴ്സിൽ ഒന്നുമില്ല. അതായത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന ലൈഫിൻ്റെ വേർഷൻ ഈസ് നോട്ട് എറ്റ് ഒബ്സർവ്ഡ് ഇൻ എനി അതർ പ്ലേസ് ഇൻ ദ യൂണിവേഴ്സ്. സോ വൈ സോ ദാറ്റ് ഇത്രയും വലിയൊരു യൂണിവേഴ്സിൽ ഈ ഒരു വെരി സ്മോൾ പിക്സലിൽ മാത്രം വൈ ലൈഫ് ഈസ് ദയർ. സോ അതിനെപ്പറ്റി കുറച്ച് ഐ തിങ്ക് ഐ വിൽ ഡിസ്കസ് സംതിങ് അബൌട്ട് ദാറ്റ്. വൈ ഓൺലി life is there only on earth in the universe. So first is the presence of oxygen. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന ഈ ലൈഫിൻ്റെ വേർഷന് ഓക്സിജൻ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അവർ എർത്തിൻ്റെ കമ്പോസിഷനിലെ ഒരു മെയിൻ കമ്പോണൻറ്റ്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഒരു മെയിൻ കമ്പോണൻറ്റ് ഓക്സിജനാണ്. ദാറ്റ് ഈസ് വൺ മെയിൻ റീസൺ. സെക്കൻഡ് റീസൺ ഈസ് ദ ടെമ്പറേച്ചർ. അതിനൊന്ന് അനലൈസ് ചെയ്താൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ ബാക്കിയുള്ള പ്ലാനറ്റ്സിൻ്റെയൊക്കെ തന്നെ ടെമ്പറേച്ചർ ഇഫ് യു അനലൈസ്, വീനസും മെർക്കുറിയും അതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 400 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാം ഒരു വാട്ടർ ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചർ ഇൻ 100 ഡിഗ്രി സെൽഷ്യസ് ദാറ്റ് വി കാൺട്ട് ഏബിൾ ടു ടച്ച് ഇറ്റ്. ബട്ട് വാട്ട് അബൌട്ട് ദിസ് ഈസ് ദ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് പ്ലാനറ്റ്സ് മാർസ് ആൻഡ് വീനസ്. ദേ ആർ ടു ഹോട്ട്. ഇനി നമ്മൾ ജൂപ്പിറ്റർ എക്സ്ട്രീം എൻഡിലോട്ട് പോകുന്ന പ്ലാനറ്റ്സിലോട്ട് ഇഫ് യു ആർ അനലൈസിങ് ദെയർ ടെമ്പറേച്ചർ, ദേ ആർ വെരി കോൾഡ്. സോ എർത്ത് ഹാസ് എ ആവറേജ് ടെമ്പറേച്ചർ, ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് 15 ഡിഗ്രി. 15 ഡിഗ്രിയാണ് ഗ്ലോബൽ ആവറേജ്. പക്ഷേ റീജിയൻ അനുസരിച്ച് മാറും. കാരണം പോളാർ റീജിയൻസിൽ വളരെ കോൾഡും ഇക്വറ്റോറിയൽ റീജിയൻസിൽ വളരെ ഹോട്ടും ആയിരിക്കും. അതിനൊരു ആവറേജ് വാല്യൂ, ഒരു ഓപ്റ്റിമം ലെവൽ ഓഫ് ടെമ്പറേച്ചർ എർത്തിനുണ്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്ലേസ്മെൻറ്റ്. ഇതൊരു schematic diagram of solar system where this represents sun. These two planets, Mercury and Venus, they are very close towards sun. So സണ്ണുമായിട്ട് കൂടുതൽ ക്ലോസ് ആയിരിക്കുന്നത് കൊണ്ട് മാക്സിമം ഹോട്ട് അല്ലെങ്കിൽ ഒരു ഹീറ്റ് അതിന് കിട്ടി. അതിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. സോ വി കാൺ സർവൈവ് എയ്തർ ഇൻ വീനസ് ഓർ മാർസ്. നമ്മൾ സാറ്റേൺ, യുറാനസ്, എക്സ്ട്രീം എൻഡിലുള്ള പ്ലാനറ്റ്സിനെ ഇഫ് യു ആർ അനലൈസിങ്, they are very far from sun, so their correspondingly reception of heat is very less. So അതിൻ്റെ ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും. So we are placed at the right position to receive the optimum amount of heat from sun and the temperature. So in addition to oxygen, മറ്റൊരു റീസൺ എന്ന് പറയുന്നത് എർത്തിൻ്റെ ടെമ്പറേച്ചർ, എർത്തിൻ്റെ പ്ലേസ്മെൻറ്റ് ആൻഡ് ദ ടെമ്പറേച്ചർ. സോ പ്ലേസ്മെൻറ്റ് കൊണ്ട് നമ്മളിപ്പോൾ തിയറിറ്റിക്കലി ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ദ തിയറിറ്റിക്കൽ ടെമ്പറേച്ചർ, കാൽക്കുലേഷനിലോട്ട് ഞാൻ പോകുന്നില്ല. തിയറിറ്റിക്കലായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്താൽ ദ ടെമ്പറേച്ചർ വിൽ ബി ലെസ് ദാൻ 0. -18 ഡിഗ്രിയാണ് ഗ്ലോബൽ ആവറേജ് എർത്തിൻ്റെ ടെമ്പറേച്ചർ. ബട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എർത്തിൻ്റെ ടെമ്പറേച്ചർ ഈസ് വെരി മച്ച് ഹയർ, ദാറ്റ് ഈസ് ആവറേജ് 15 ഡിഗ്രി. ഈ ഒരു -18 ഡിഗ്രിയിലായിരുന്നതിൽ വി കാൺട്ട് സർവൈവ്. So in addition to the placement of earth,
there is another mechanism which heats the earth little more. പ്ലേസ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട് വെയർ വി ആർ നോട്ട് ഏബിൾ ടു സർവൈവ്. അതുകൊണ്ട് ഒരു അനദർ മെക്കാനിസം കംസ് ഇൻ ടു പ്ലേ ആൻഡ് വാമസ് സോ ദാറ്റ് വി ക്യാൻ സർവൈവ്. സോ ആ പ്രോസസ്സിനെ വി കോൾ ഇറ്റ് എസ് ദ നാച്ചുറൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. That is, Earth is covered by different gas species, which is the atmosphere. If you analyze the major chemical components, nitrogen and oxygen major components, then some minor component like water vapor, carbon dioxide, methane, like that, and they trap the solar radiation and heat the atmosphere. അതിൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രമാണ്. That solar radiation is coming towards the earth, and അതിൽ നിന്ന് എർത്തിൽ നിന്നും റീറേഡിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എർത്ത് ഈ സോളാർ റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് ഇത് റീറേഡിയേറ്റ് ചെയ്യുന്നു, എ പാർട്ട് ഓഫ് സോളാർ റേഡിയേഷനെ. സോ ഈ കെമിക്കൽ സ്പീഷീസായ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, വാട്ടർ വേപ്പർ, ഇത് ഈ റീറേഡിയേറ്റ് ചെയ്യുന്ന ഈ എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിനെ കുറച്ചുകൂടെ വാമപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരു ആവറേജ് ഓഫ് 15 ഡിഗ്രി, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 30 ഡിഗ്രി ആയിരിക്കുമല്ലോ ഇക്വറ്റോറിയൽ റീജിയൻ. ആ ഒരു റീജിയനിലോട്ട് നമ്മുടെ ടെമ്പറേച്ചറിനെ എത്തിക്കുന്നു. സോ ദാറ്റ് ലൈഫ് ബിക്കം ഗുഡ് അറ്റ് ദിസ് എർത്ത്. സോ ഫസ്റ്റ് റീസൺ ഇസ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. സെക്കൻഡ് is the temperature. Temperature is controlled by two factors. One is the placement of Earth, relative position with respect to the sun, plus greenhouse effect. ഈ രണ്ട് ഫാക്ടേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഓപ്റ്റിമം ടെമ്പറേച്ചർ എർത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി third reason is the presence of water. You know that the water can exist in three forms, that ice, water and water vapor, which is controlled by the temperature. Temperature കൂട്ടുമ്പോൾ ഐസ് മെൽറ്റ് ചെയ്യുന്നു, അത് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. ദെൻ ഇഫ് യു ആർ അഗെയിൻ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഇറ്റ് ബിക്കം വേപ്പർ സ്റ്റേറ്റ്. സോ വളരെ എന്താ പറയുക, പകരം വയ്ക്കാനാവാത്തൊരു വളരെ ബ്യൂട്ടിഫുൾ ട്രാൻസിഷൻ ഓഫ് ഫേസ് ആണ് നമ്മൾ വാട്ടറിനെ നമ്മൾ അനലൈസ് ചെയ്താൽ, വിച്ച് ഈസ് വെരി മാജിക്കൽ ലിക്വിഡ്. സോ നമ്മുടെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് എസെൻഷ്യൽ ഫാക്ടറാണ് വാട്ടർ. ഇപ്പോൾ നമ്മൾ പല സാറ്റലൈറ്റ് അല്ലെങ്കിൽ മിഷൻസ് ഉണ്ടല്ലോ, വെദർ ലൈഫ് ഈസ് ദെയർ ഇൻ അതർ പ്ലാനറ്റ്സ്, ലൈഫ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ വി ആർ സെർച്ചിങ് ഫോർ വാട്ടർ. നമ്മളെ തന്നെ തേടുക എന്നാൽ വി ആർ സെർച്ചിങ് ഫോർ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ, ദാറ്റ്സ് ഇറ്റ്. സോ ഇവിടെ വാട്ടർ വേണം, വാട്ടർ എർത്തിൽ റീടൈൻ ചെയ്യപ്പെടണം. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓഷ്യൻസിലൊക്കെ കംപ്ലീറ്റ്ലി വാട്ടറാണല്ലോ. അപ്പം സണ്ണിൻ്റെ എനർജി കൊണ്ട് ഹീറ്റപ്പായി ടെമ്പറേച്ചർ കൂടിയാൽ എല്ലാ വാട്ടറും മേ ബി വേപ്പറായിട്ട് പോകാമായിരുന്നു. ബട്ട് എർത്തിൽ വാട്ടർ റീടൈൻ ചെയ്യപ്പെടുന്നുണ്ട്. ലെറ്റ്സ് ഡിസ്കസ് ഓൺ വൈ എർത്തിൽ തന്നെ ആയിട്ട് വാട്ടർ നിൽക്കുന്നുണ്ട്, എന്തുകൊണ്ട്. സോ ഇതൊരു ടിപ്പിക്കൽ ഗ്രാഫാണ്. ഇതിൻ്റെ Y ആക്സിസിലെ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, എക്സ് ആക്സിസിലെ ഒരു ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷനാണ്. ഇത്രമാത്രം സ്പീഷീസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ മറ്റ് സ്പീഷീസൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഒപ്പോസിറ്റി. സോ എക്സ് ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒപ്പാസിറ്റി. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഓരോ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണ് എക്സ് ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു വെരി ഡോട്ടഡ് കർവ് വിച്ച് റെപ്രസെൻറ്റ്സ് ദ സാച്ചുറേഷൻ കണ്ടീഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ വാട്ടറിനെ ബോയിൽ ചെയ്താൽ എല്ലാം വേപ്പറായിട്ട് പോകുന്നില്ല. കുറേ ലെവൽ ഓഫ് വാട്ടർ വേപ്പറായിട്ട് പോയിട്ട് ഇറ്റ് കണ്ടൻസസ് ദെൻ ബാക്ക് ടു ബിക്കം ലിക്വിഡ്. സോ ആ ഒരു കണ്ടീഷൻ, റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഈസ് ബിക്കം ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷനെയാണ് വി കോൾ ഇറ്റ് എസ് ദ സാച്ചുറേഷൻ ലെവൽ എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതാണ് ഈ ഡോട്ടഡ് ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എർത്തിൻ്റെ ടെമ്പറേച്ചറിൽ
വാട്ടറിന് അതിൻ്റെ സാച്ചുറേഷൻ കണ്ടീഷനിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് വാട്ടറിൻ്റെ കുറേ ഭാഗം സൺ ഹീറ്റ് സോളാർ ഹീറ്റിംഗ് കൊണ്ട് വേപ്പറായിട്ട് പോയി അത് വേപ്പറാകുന്നു. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് എർത്തിലോട്ട് തന്നെ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലോട്ട് വരുന്നു, പിന്നെയും വേപ്പറായിട്ട് പോകുന്നു, പിന്നെയും അങ്ങനെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എർത്ത് നിൽക്കുന്നുണ്ട്. ദാറ്റ് ബിക്കോസ് ഓഫ് ദ കറക്റ്റ് ടെമ്പറേച്ചർ. ഇഫ് ദ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ എവറിത്തിങ് വിൽ ബിക്കം എസ് വേപ്പർ ആൻഡ് ഗോ. സോ ഇതൊരു പരിധിക്കപ്പുറം അത് ലിക്വിഡ് അല്ലെങ്കിൽ ഓഷൻസിൽ അല്ലെങ്കിൽ ഏതൊരു സ്രോതസ്സിലും ജലസ്രോതസ്സുകളിൽ വാട്ടർ എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറം വേപ്പറായിട്ട് പോയി അറ്റ്മോസ്ഫിയറിലോട്ട് നഷ്ടപ്പെടുന്നില്ല. ദാറ്റ് ഇറ്റ് ഈസ് ബീങ് റീടൈൻഡ് സം ഹൗ ബാക്ക് ടു എർത്ത്. സോ വാട്ടർ ഈസ് ബീങ് ദയർ. അത് റീടൈൻ ചെയ്യപ്പെടുന്നത് ഒരു മേജർ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ് വിച്ച് സപ്പോർട്ട് ലൈഫ്. സോ ഓക്സിജൻ കറക്റ്റ് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ വാട്ടർ വേപ്പറായി പോവാതെ റീടൈൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് കറസ്പോണ്ട്സ് ടു എർത്താണ്. നമ്മുടെ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടല്ലോ, ഏകദേശം 278 കെൽവിനാണ്. ആ കെൽവിനിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ വാട്ടർ സാച്ചുറേറ്റഡ് കണ്ടീഷനിലെത്തി നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു പ്ലാനറ്റ്സിനെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് വീനസിൻ്റെ ഒരു കർവാണ്, വിച്ച് ആ കർവ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എബോവ് ദ സാച്ചുറേഷൻ കർവ്. അവിടെ വാട്ടർ വേപ്പർ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഈ ടെമ്പറേച്ചർ കൊണ്ട് എല്ലാ വാട്ടറും അത് വേപ്പറായി പോയി നഷ്ടപ്പെട്ടേനെ. ബട്ട് എർത്തിന് ഒരു കറക്റ്റ് ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ ഒരു വാട്ടറിൻ്റെ ഒരു ഫേസ് ചേഞ്ചസിൻ്റെ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വാട്ടർ ഈസ് ബീൻ റീടൈൻഡ് ഇൻ എർത്ത് ഈസ് അനദർ റീസൺ വൈ ലൈഫ് എക്സിസ്റ്റ് ഇൻ എർത്ത്. ഇനി നേരത്തെ പറഞ്ഞല്ലോ സ്പിന്നിങ് മോഷൻ ഉണ്ട് എർത്തിന്. അപ്പം എർത്തിൻ്റെ ഉള്ളിൽ പല ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺസ് ആൻഡ് ചാർജ് തിങ്. സോ യു മേ ബി നോയിങ് ദാറ്റ് charged particle, when they are spinning, it may create a magnetic field. So in that way, whenever earth spins, the charged species inside very core region iron തുടങ്ങിയ മെറ്റീരിയൽസിൻ്റെയൊക്കെ charged particles will undergo motion and magnetic field is being created in earth. So earth is equivalent to a magnet. എർത്തിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റ് ഉണ്ട്, ലൈക്ക് എ pregnant lady, that it എർത്തിൻ്റെ ഉള്ളിലൊരു മാഗ്നറ്റ് ഉണ്ട്. ഒരു മാഗ്നറ്റ് ഇൻ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, യു മേ ബി നോയിങ് ഫ്രം ദ നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട്. ഈ ഫീൽഡ് ലൈൻസ് സ്പേസിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്പേസിലോട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടപ്പുണ്ട്. ടു സൈഡ്സ്, നോർത്ത് ടു സൗത്ത്. This is the earth, this is the equivalent magnet in earth. So these are the field lines. The significance of earth magnetic field എന്ന് പറയുന്നത് സണ്ണിൽ നിന്ന് തന്നെ നേരത്തെ പറഞ്ഞല്ലോ കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് റേഡിയേഷൻ വരും, അതോടൊപ്പം വളരെ ഹാംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് വരും. സോ ആ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇഫ് അത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലോട്ട് വന്നാൽ ദേ ആർ ഹൈ എനർജി പാർട്ടിക്കിൾ ദാറ്റ് വി കാൺട്ട് സർവൈവ്. പക്ഷേ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് it deflects the charged particle. You may be knowing that a charged species when interact with the magnetic field with a velocity u cross b, let this be the direction of the magnetic field. ഈ ഡയറക്ഷനിലോട്ട് പാർട്ടിക്കിൾസ് വരുന്നു, ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പം തേർഡ് ഡയറക്ഷൻ ദിസ് ഓർ ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾസ് രണ്ട് ഡിറക്ഷനിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു പോയി. ദേ ആർ നോട്ട് എൻട്രിങ് ഹിയർ ഡയറക്ട്ലി. സോ അതുകൊണ്ട് ഇത്രയും ഹാംഫുള്ളായ ചാർജ് പാർട്ടിക്കിൾസിൽ നിന്ന് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊട്ടക്റ്റ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ അതർ റീസൺ വൈ വി ആർ ഹിയർ. സോ ഈ 2-3 ഫാക്ടേഴ്സ്, അതായത് പ്രസൻസ് ഓഫ് ഓക്സിജൻ, പ്രസൻസ് ഓഫ് വാട്ടർ, പ്രസൻസ് ഓഫ് ആപ്പ് ടെമ്പറേച്ചർ ആൻഡ് പ്രസൻസ് ഓഫ് ദ ജിയോമാഗ്നറ്റിക് ഫീൽഡ്, ഈ മേജർ 4 ഫാക്ടേഴ്സ് വിച്ച് ഈസ് അതൊരു എന്താ പറയുക ലൈഫ് സസ്റ്റെയിൻ ചെയ്യാനുള്ളൊരു സ്റ്റേജിനെ ദേ ആർ സെറ്റപ്പ്. സോ ദീസ് 4 ഫാക്ടേഴ്സ്. നമ്മൾ എർത്ത് ശരിക്കും ഒരു ഒരു 23 ഡിഗ്രി ഇൻക്ലിനേഷൻ എർത്തിനുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ എലിപ്റ്റിക്കൽ പ്ലെയിൻ. ഇറ്റ് ഈസ് നോട്ട് ദിസ് വേ.
ഡിറക്ഷനിലാണ് ഒരു ചരിവുണ്ട്. സോ ടൈമായോ ഇല്ലല്ലോ. സോ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഈ ഒരു ഇൻക്ലിനേഷൻ കൊണ്ട് സം ഓഫ് ദ അതർ തിങ്സ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു പല പ്രോസസ്സുകളും എർത്തിലുണ്ട്. ദാറ്റ് ഐ വിൽ ബി ഡിസ്കസിങ്. സോ ദിസ് ഈസ് ദ സൺ ആൻഡ് ഈ ഒരു ചരിവുള്ള എർത്ത്, ചരിവ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു ദ എലിപ്റ്റിക്കൽ പ്ലെയിൻ ഈസ് റിവോൾവിങ് അറൗണ്ട് സൺ. അപ്പം ആ റിവല്യൂഷന് 350 days ഉണ്ട്. ദാറ്റ് വി കോൾ ഇറ്റ് ഇസ് 1 year. അതിൻ്റെ ഒരു ഫോർത്ത് ഓഫ് ദാറ്റ് ടൈം പീരീഡ് ഒരു പോർഷനിലായിരിക്കുമല്ലോ സൺ എർത്ത് എന്ന് പറയുന്നത്. സോ കൺസിഡർ ദിസ് പൊസിഷൻ. സോ ഇങ്ങനൊരു ബൾജ് ചെയ്തിരിക്കുകയാണ് ഒരു സൈഡിലോട്ട് ആ ഒരു ചരിവുള്ളത് കൊണ്ട്. സോ ഈ പൊസിഷനിൽ ഈ ബൾജ് ചെയ്തിരിക്കുന്ന പോർഷൻ വിൽ ബി മോർ എക്സ്പോസ് ടു സോളാർ ഫ്ലക്സ്. സോ മാക്സിമം റിസപ്ഷൻ ഓഫ് എനർജി, ഭയങ്കര ഹീറ്റ് ആയിരിക്കും, ആൻഡ് വി കോൾ ഇറ്റ് എ സമ്മർ. ഇനി ഈ പൊസിഷനിൽ റിവോൾവ് ചെയ്ത് മറ്റു ഓപ്പോസിറ്റ് പോകുമ്പോൾ, സപ്പോസ് വി ആർ ഹിയർ വിത്ത് റെസ്പെക്ട് ടു അസ് ഓൺലിയാണ് ഞാൻ പറയുന്നത്. ഈ പൊസിഷനിൽ പോകുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് പോകും. ദാറ്റ് ഈസ് നമ്മളിരിക്കുന്ന പൊസിഷൻ മേ ബി അവേ ഫ്രം ദ സൺ. സോ ലെസ് എമൗണ്ട് ഓഫ് സോളാർ റേഡിയേഷൻ ഈസ് റിസീവിങ് അറ്റ് ദ എർത്ത്. സോ അതുകൊണ്ട് തന്നെ ഹീറ്റ് കുറവായിരിക്കും. സോ അതിനെ നമ്മൾ വിൻ്റർ എന്ന് പറയും. ഈ ബാക്കി രണ്ട് പൊസിഷനിൽ ദർ ഈസ് നത്തിങ് ടു ഡു വിത്ത് ദ ബൾജിങ് ഓഫ് ഓർ ദ ഈ ഒരു ഇതുകൊണ്ട് സിമട്രിക് ആയിട്ട് സോളാർ റേഡിയേഷൻ ത്തിൽ വീഴും. സോ സിമട്രിക് ഹീറ്റിംഗ് ഓഫ് ദ കംപ്ലീറ്റ് ഈക്വലി ഹീറ്റപ്പ് ആകും. അല്ലെങ്കിൽ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തോട്ട് മാത്രമായിട്ട് ഫ്ലക്സ് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ അതിന് നമ്മൾ ഇക്വിനോക്സ്, ആ രണ്ട് സീസൺസിനെ സ്പ്രിങ് ആൻഡ് ഓട്ടം എന്ന് പറയും. സോ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് സോ മെനി സർക്കുലേഷൻസ്, അതർ അറ്റ്മോസ്ഫിയറിക് പ്രോസസ്സുകൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. സോ ബേസിക്കലി ഈ സീസൺസ് ഉണ്ടാവുന്നത് നമ്മുടെ ലാലേട്ടനെ പോലെ ഒരു ചരിവുള്ളത് കൊണ്ടാണ്. ദാറ്റ് ഈസ് 23 degree ഇൻക്ലിനേഷൻ ഉള്ളത് കൊണ്ടാണ് സീസൺ. ഇനി സം ഓഫ് ദ അതർ വെതർ ഫിനോമിന, അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് പല പ്രോസസ്സിനെ പറ്റി ലെറ്റ് മീ എക്സ്പ്ലെയിൻ. സോ ഫസ്റ്റ് ഈസ് വിൻഡ്. വിൻഡ് ഈസ് ദ മോഷൻ ഓഫ് എയർ പാർട്ടിക്കിൾ. അതായത് എവിടെയെങ്കിലും ഒരു ഡിഫറൻസ് ഇൻ പ്രഷർ ഉള്ളപ്പോൾ, എയർ മോളിക്യൂൾസ് എവിടെയെങ്കിലും അക്യുമുലേറ്റ് ചെയ്താൽ ആ ഒരു പ്രഷറിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് എയർ മോളിക്യൂൾസ് ലോ പ്രഷർ റീജിയനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആ ഒരു മോഷൻ വി കോൾ ഇറ്റ് എസ് വിൻഡ്. അത് നമ്മുടെ സ്കിന്നിൽ വരുമ്പോൾ ഒരു സെൻസ് ഉണ്ടാക്കും, ഒരു ടച്ചിങ് ഫീൽ ഉണ്ടാക്കും. സോ ബേസിക്കലി അറ്റ്മോസ്ഫിയറിൻ്റെ തന്നെ പ്രഷർ ഇംബാലൻസിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് വിൻഡ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ സ്മോൾ സ്കെയിൽ വിൻഡായിരിക്കും കാണുന്നത്. ഒരു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ്, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ബാക്കിലൊക്കെ സോളാർ റേഡിയേഷൻ വരാത്തപ്പോൾ അവിടെ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കുറവായിരിക്കും. സോ മറ്റ് സ്ഥലങ്ങളിൽ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പല ഡയറക്ഷൻസിൽ വിൻഡ് കാണും. ലോക്കൽ വിൻഡ് കാണും, പിന്നെ സീ ബ്രീസ്. ലാൻഡിനും ഓഷനിലും ഡിഫറെൻറ്റ് ഹീറ്റ് കപ്പാസിറ്റി ആയതുകൊണ്ട് അവിടെ ഒരു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഡിഫറൻഷ്യൽ പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സർക്കുലേഷൻ ഓർ വിൻഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ പിന്നെ അതുപോലെ ലാർജ് സ്കെയിൽ, ഗ്ലോബൽ സ്കെയിൽ സോ മെനി സർക്കുലേഷൻ ഈ പ്രഷർ സിസ്റ്റത്തിൻ്റെ ഡിഫറൻസ് കൊണ്ടുണ്ടാവും. സോ ദീസ് ആരോസ് ദേ ആർ റെപ്രസെൻറ്റിങ് ഡിഫറെൻറ്റ് സർക്കുലേഷൻസ് ഓർ വിൻഡ് പാറ്റേൺ വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ എർത്ത്. പിന്നെ എന്ന് പറയുന്നത് അടുത്തൊരു വെതർ പ്രോസസ്സാണ് ക്ലൗഡ്സ്. ക്ലൗഡ്സ്, ഇഫ് യു ആർ സ്പീക്കിംഗ് ഓൺ ക്ലൗഡ്സ്, നമ്മുടെ കുട്ടിക്കാലത്ത് ആദ്യത്തെ തന്നെ ഒരു വിഷ്വൽ ഫാൻറ്റസി ആണ് ക്ലൗഡ്സ്. അതായത് അതിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ സോ മെനി രൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് അവർ ചൈൽഡ്ഹുഡ് ഈസ് മോർ ബീങ് കണക്റ്റഡ് വിത്ത് ക്ലൗഡ്സ്. സോ ക്ലൗഡ്സ് ആർ ആക്ച്വലി വെരി ടൈനി ലിക്വിഡ് ആൻഡ് ഐസ് ക്രിസ്റ്റൽസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് സർഫസിൽ നിന്നുള്ള വാട്ടർ വേപ്പർ അറ്റ്മോസ്ഫിയർ ഹയർ റീജിയൻസിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഈ വേപ്പർ കണ്ടൻസ് ചെയ്ത് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് എയർ, അതിൻ്റെ ഒരു മിക്സ്ചർ, വാട്ടർ മോളിക്യൂൾ ആൻഡ് ഐസ് ക്രിസ്റ്റൽസ്, അതിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മൾ ക്ലൗഡ്സ് ആയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തത് വി ആർ സീയിങ്. സോ ദേ റിഫ്ലക്ട് ലൈറ്റ് ആൻഡ് ദേ അപ്പിയർ as വൈറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ഉണ്ട്. ഇതിൽ തന്നെ കാണാം ചിലതൊക്കെ ദിസ് ഈസ് ഒരു ക്യൂട്ട് ആൻഡ് പഫി ടൈപ്പ്, ഒരു കോളിഫ്ലവർ
ടൈപ്പ് പോലെയുള്ള ക്ലൗഡ്സ് ഉണ്ട്. ആൻഡ് ദേ ആർ റെഫേർഡ് as cumulus clouds. വളരെ ലോ ഓൾട്ടിറ്റ്യൂഡ് ക്ലൗഡ്സ് ആയിരിക്കും. പിന്നെ വളരെ നേർത്ത ഒരു ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഉണ്ട്. സ്ട്രാറ്റിഫോം വളരെ പരന്ന് കിടക്കുന്ന ക്ലൗഡ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ആൾട്ടിറ്റ്യൂഡ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ് ആണ് ഉണ്ടാവുന്നത്. സോ അതും എന്താ പറയുക, വാട്ടർ വേപ്പർ ഇറ്റ് മൂവ്സ് ഫ്രം ദ സർഫസ് ടു അപ്പർ അറ്റ്മോസ്ഫിയർ ആൻഡ് കണ്ടൻസസ്. അതിൻ്റെ ഒരു ലിക്വിഡ് ആൻഡ് ഐസ് ക്രിസ്റ്റൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ് വാട്ട് വി കോൾ ഇറ്റ് ക്ലൗഡ്സ്. പിന്നെ വരുന്നത് റെയിനും നമ്മുടെ ഒരു കമ്പാനിയനാണ്. സോ മെനി ലിറ്ററേച്ചറിൽ കാണും, സോ മെനി പോയംസിൽ റെയിനെ പറ്റി പോർട്രേ ചെയ്തിരിപ്പുണ്ട്. സോ മെനി ഫിലിംസിലൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മഴയുടെ ഒരു ഭംഗി അവർ പകർത്തിയിട്ടുണ്ട്. മഴ എന്ന് പറയുന്ന ഫിലിമിൽ യു ക്യാൻ സീ ദാറ്റ് ഡിഫറെൻറ്റ് വേർഷൻ, ഡിഫറെൻറ്റ് ഇഫക്റ്റ് ഓഫ് ദ ക്ലൗഡ്. സം അവർ മെമ്മറീസ് മേ ബി അസോസിയേറ്റ്. ഒരു മഴ പെയ്യുമ്പോൾ തന്നെ നമ്മുടെ നല്ല ഓർമ്മകളൊക്കെ മേ ബി ഇറ്റ് മേക്ക് ദാറ്റ് സെൻസ്. ബട്ട് റെയിൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലൗഡ്സിൻ്റെ ടൈനി വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആർ സോ വെരി ലൈറ്റ്. അതിന് അറ്റ്മോസ്ഫിയറിൽ സസ്പെൻഡ് ചെയ്യപ്പെടാൻ പറ്റും. അത് ദെൻ കൊയാഗുലേറ്റ്, അത് കമ്പൈൻ ടുഗദർ ടു ഹാവ് എ അത് ഗ്രോ ചെയ്യും. അതിൻ്റെ വെയിറ്റ് കൂടും. ക്ലൗഡ്സിലുള്ള പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ്, ഡ്രോപ്സിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ ദേ ബിക്കം under the influence of gravitational force and they will come and reach us as rain. So clouds-നെ പോലെ തന്നെ different type of rain ഉണ്ട്. Different mechanism has been suggested for the variation in rain. So these are some of the weather phenomena which is seeing in the atmosphere. So അതിൻ്റെയൊക്കെ ഒരു ഫിസിക്സ് ദാറ്റ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രഷർ ഡിഫറൻസ് എവിടെയെങ്കിലും ഉണ്ടായാൽ ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദ പ്രഷർ വിൻഡ് ബ്ലോസ് ആൻഡ് വി കോൾ ഇറ്റ് എസ് വിൻഡ്. വാട്ടറിൻ്റെ തന്നെ വാട്ടർ വേപ്പർ റീച്ചസ് അപ്പർ ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് കണ്ടൻസസ് ആൻഡ് ബിക്കം ലിക്വിഡ്. ടൈനി ലിക്വിഡ് ആകുമ്പം വി കോൾ ഇറ്റ് എസ് ക്ലൗഡ്. അത് ഗ്രോ ചെയ്ത്, അത് രണ്ട് ചെറിയ ചെറിയ ടൈനി പാർട്ടിക്കിൾസ് ഡ്രോപ്പ്, അത് കമ്പൈൻ ചെയ്ത് അത് ഗ്രോ ചെയ്ത് ഹെവി ആകുമ്പോൾ it become under the influence of gravity and we call it as rain. So ഇതിൻ്റെയൊക്കെ ഒരു നെസസിറ്റി, എന്തുകൊണ്ട് ഈ പ്രോസസ്സ് അറ്റ്മോസ്ഫറിക് വെതർ പ്രോസസ്സുകളിലോട്ട് പോകുന്നു, അതിനെപ്പറ്റി ഐ വിൽ ബി ഡിസ്കസിങ്. സോ ഇതൊരു എനർജി ബഡ്ജറ്റാണ്. ദാറ്റ് ദ എർത്ത് റിസീവ്സ് എനർജി ഫ്രം ദ സൺ. സണ്ണിലെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് ഉള്ള എനർജി എർത്ത് റിസീവ് ചെയ്യുന്നു. എർത്ത് അബ്സോർബ് ചെയ്തിട്ട് റീറേഡിയേറ്റ് ചെയ്യുന്നു സം പാർട്ട് ഓഫ് എനർജി. സോ ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ വാട്ട് എവർ റിസീവ്ഡ് ആൻഡ് വാട്ട് എവർ ട്രാൻസ്മിറ്റഡ്. നമ്മൾ എർത്തിൻ്റെ ഒരു മാത്തമെറ്റിക്കലി ഒരു അനലൈസ് ചെയ്താൽ റിസീവ് ചെയ്യുന്നത് ഏകദേശം ഗ്ലോബൽ ആവറേജ് ഓഫ് 161 വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആണ്. ബട്ട് എർത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏകദേശം 66 ആണ്, ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെ. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഓൾ ദ മെത്തേഡ്സ് എവറിത്തിങ്. ബട്ട് there is a imbalance in energy. അതായത് എർത്ത് റിസീവ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും തമ്മിലൊരു എനർജി ഇംബാലൻസ് ഉണ്ട്. എക്സ്ട്രാ ഒരു 95 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ എർത്ത് ഈസ് അബ്സോർബിങ്. റിസീവ് 161, ട്രാൻസ്മിറ്റ് 66, എക്സ്ട്രാ 95 വാട്ട്സ് പെർ മീറ്റർ സ്ക്വയറിൽ ഒരു എമൗണ്ട് ഓഫ് എനർജി റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സോ ആ ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ കൂടെ ഈ ഒരു എക്സ്ട്രാ എനർജിയെ റിലീസ് ചെയ്യപ്പെടാമെന്ന് എർത്ത് ട്രൈ ചെയ്യും. സോ അതിനുള്ള 2 മെത്തേഡ്സ് ആണ് സെൻസിബിൾ ഹീറ്റ് ആൻഡ് ലേറ്റൻറ്റ് ഹീറ്റ് ഫ്ലക്സ്. 2 രീതിയിൽ എർത്ത് ആ എക്സ്ട്രാ എനർജിയെ റിലീസ് ചെയ്യും. സോ ആ എനർജി റിലീസ് ടേക്കപ്പ് ചെയ്തുകൊണ്ട് വാട്ടർ വേപ്പർ അപ്പർ ഓൾട്ടിറ്റ്യൂഡിലോട്ട് പോയി ക്ലൗഡ്സ് ആൻഡ് റെയിനായിട്ട് മാറുന്നു. സോ എനർജി ബാലൻസിങ് കണ്ടീഷന് വേണ്ടിയിട്ടുള്ള എർത്ത് അറ്റ്മോസ്ഫിയർ സിസ്റ്റത്തിൻ്റെ ഒരു ശ്രമമാണ് ഈ മഴ, മഞ്ഞ് അല്ലെങ്കിൽ മേഘങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നത്. ബേസിക്കലി ടു ബാലൻസ് ദ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് എനർജി ഓഫ് എർത്ത് അറ്റ്മോസ്ഫറിക് സിസ്റ്റം. സോ ഐ ഹാവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് we have a very huge universe, very large size, and we are at a very small pixels, and we have the resources, we have water, correct, optimum, all these conditions we have. But our environment, like our atmosphere, our water resources, our soil, everything is undergoing a pollution scenario
for example, this is our atmosphere is being polluted every day. Our oceans. These are the resources that only Earth have. And the soil, it is also being polluted. Everything that we are blessed with some of the resources and we are polluting everything. And if we analyze the atmospheric carbon dioxide, it increases from year to year. Very large increment is there. So കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഒരു ലിമിറ്റിലധികം അറ്റ്മോസ്ഫിയറിലായാൽ എർത്തിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടും. ദാറ്റ് ലൈഫ് ബിക്കം ഇമ്പോസിബിൾ ടു സസ്റ്റെയിൻ. ബിക്കോസ് ഇപ്പോൾ യൂണിവേഴ്സ് ഉണ്ടായിട്ട് തന്നെ പറഞ്ഞല്ലോ 13.7 ബില്യൺ 137 കോടി വർഷങ്ങളാണ് യൂണിവേഴ്സ് ഉണ്ടായത്. നമ്മളാകെ കൂടെ ഒരു അവർ ലൈഫ് വിൽ ബി മോർ ദാൻ within 80 or 90 years. So ഒരു ഷോർട്ട് ടൈമിൽ വി വോണ്ട് ഫീൽ that much of change is there, but ഒരു ലോങ് ടേമിൽ ഇഫ് വി ആർ തിങ്കിങ് ഒരു 1000 വർഷം 2000 വർഷം കഴിഞ്ഞിട്ട് ദിസ് മച്ച് increment of carbon dioxide and global temperature, they are highly significant. ഈ ട്രെൻഡാണ് if we are going forward, ultimately it will lead to the very hot earth where life become impossible. So this is the change in temperature per air, atmospheric condition. So നമ്മൾ തന്നെ വേറെ animals and they are also undergoing some extinction, that thing, because due to this pollution നമ്മുടെ ഫുഡ് ചെയിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു സ്പീഷീസിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്താൽ ദാറ്റ് വിൽ കംപ്ലീറ്റ്ലി എഫക്റ്റ് ഓൾ സ്പീഷീസ്. പിന്നെ ബയോ വെപ്പൺസ്, ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ ഒരു വൈറസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു രോഗങ്ങൾ ഇവിടെ പടർന്നു പിടിച്ചാൽ വി ഹാവ് ടു ഫേസ് ഇറ്റ്. ഈ യൂണിവേഴ്സിൽ ദർ ഈസ് നോ ഹിൻറ്റ് ദാറ്റ് ഹെൽപ്പ് വിൽ കം ഫ്രോം എനിവെയർ. വി ഓൺലി ആർ ദെയർ ടു സേവ് ഇറ്റ്. മറ്റൊരു റീജിയനിൽ നിന്ന് സോ ഫാർ നോട്ട് a span of life has been observed. So earthine protect ചെയ്യേണ്ടത് that is our duty, that through this wars, maybe every day we are facing this issue of wars. You may be thinking why the need of this wars. Actually these resources here, this unique, we all are one. Actually we are allowed to live in this planet where the conditions, the temperature, everything are rightly given to us. But why this type of pollution and wars and bioweapons which hurt the earth and which causes the life to destroyed. അതിന് ഇപ്പോൾ വീനസിൻ്റെയൊക്കെ പല റിസർച്ചും പറയുന്നുണ്ട്. പല പ്ലാനറ്റ്സിലും they were thinking maybe some small species were there, but eventually there വളരെ ഹോട്ടും കോൾഡും ആയിട്ടൊക്കെ പല പ്ലാനറ്റ്സും നിൽക്കുന്നുണ്ട്. മേ ബി ദർ റോങ് ആക്ടിവിറ്റീസ്, ഐ ഡോണ്ട് നോ, ബട്ട് ദേ ആർ universe has been given some evidences that you should be very careful in dealing with our planet Earth. So I should wind up with that. Be kind with both living and non-living organisms. That എല്ലാ സ്പീഷീസിനോടും വിത്ത് ഹ്യൂമൻസ് ഓൾസോ വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ഓൾ ദ അനിമൽ ബേർഡ്സ് ദാറ്റ് ആ ഒരു ശ്രേണിയിലൂടെയൊക്കെ വി വിൽ ബി ലിവിങ് ഹാർമണി വിത്ത് ആൻഡ് പ്ലസ് നോൺ ലിവിങ് തിങ്. വി ഷുഡ് കീപ്പ് അവർ എർത്ത്, അവർ അറ്റ്മോസ്ഫിയർ ആൻഡ് അവർ water sources be very clean, deal with it very kindness and save the earth. So this is the only place where life exists and other part of the universe is being silent. So we are only here to save earth. So thank you. So over, sir. Correct. Thank you, ma'am. First of all our apologies for made you wait. And thank you for spending your time with us, sharing the major informations about the earth, its origin, habitation, the significance of saving our home we belong to.
and explain them scientifically. It was really nice. Okay, And thank you. thank you, ma'am. Thank If you you. have any doubts, you can ask now. If I know, then I can tell. If I don't know, I will search and let you know. If you have any other information, please let me know also, so we can discuss here. Triggering. Okay then, thank you. Thank you for your patience. താങ്ക് യു അശ്വതി. നമ്മൾ ഇവിടെ പരിചയപ്പെടാനായിട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പം നല്ലൊരു അവസരമാണ് നമുക്ക് അധ്യാപകരായിട്ട് 2 ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള നല്ല അവസരമാണ്. നമ്മൾ ഗവൺമെൻറ് കോളേജ് കാര്യവട്ടത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു കൈ പൊക്കുവോ? ഉണ്ടോ ആരെങ്കിലും? സ്ഥലം വിട്ടാ? എന്നെ അറിയാമോ? ഇല്ല, എൻ്റെ പേര് സിബി, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്? നിങ്ങളുടെ കൂട്ടുകാർ വഴി ക്യാൻവാസ് ചെയ്തെത്തിയതാണോ, അതോ നിങ്ങൾ അറിഞ്ഞു വന്നതാണോ, ബ്രൗസർ കണ്ടു വന്നതാണോ, വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടു വന്നതാണോ, എന്താണ്? ഫ്രണ്ട്സ് വഴി. ആരുണ്ട് ഇവിടെ ഫ്രണ്ട്സ്? ശ്രീലക്ഷ്മി. എവിടെ ശ്രീലക്ഷ്മി? നമ്മുടെ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരാണല്ലേ? വെരി ഗുഡ്. അവർ സംശയങ്ങളൊന്നും ചോദിക്കില്ല നമ്മുടെ അടുത്ത് അല്ലേ? ഞാൻ പറഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നതാണ് കുട്ടികളെ, ചോദിക്കാൻ പാടില്ല. വേറെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൽ ആരൊക്കെ ഉണ്ട്? ഏത് കോളേജിൽ നിന്നുണ്ട്? SN കോളേജിൽ നിന്നുണ്ട് അല്ലേ? അവർ പോയോ? ഒന്ന് കൈപൊക്കോ. എത്ര പേരുണ്ട്? ഓക്കെ, ഹായ്. അപ്പോൾ ഒരു വലിയ ടോക്കൊക്കെ കേട്ട് കഴിയുമ്പോഴേ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മൾ ഡെമോഗ്രഫിയിലാണുണ്ട്. ഓക്കെ, വെരി നൈസ്. അത് നമ്മുടെ ആസ്ട്രോയിലെ കുട്ടികളാണോ? ഡെമോഗ്രഫി, ആസ്ട്രോണമി അല്ലേ? ആ അഞ്ജുവിനെ എങ്ങനെ നമുക്ക്? അഞ്ജു ഇങ്ങ് വായോ, ഇങ്ങ് വാ. അഞ്ജുവിൻ്റെ കൂട്ടുകാരി അരിമണി എവിടെ? അല്ല, അരിമണിയല്ല, അരുണിമ എവിടെ? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇനിയൊരു പരിചയപ്പെടൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒഫീഷ്യലായിട്ട് ടോക്കുകൾ കഴിഞ്ഞു, പക്ഷേ നമ്മുടെ കൂടെ 3 ദിവസവും ഇവരുണ്ടാവും. ഇവർ രണ്ടുപേരും ഫുൾ ടൈം സ്റ്റാറ്റസിൽ തിളങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്, അഞ്ജുവും അരുണിമയും. അപ്പം എന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതം എന്താ പറയുക, നമുക്ക് ഭയങ്കര ലൈവ്ലി ആയിട്ട് തോന്നുന്നത് ഇവരുടെ സ്റ്റാറ്റസ് കാണുമ്പോഴാണ്. നമ്മളൊക്കെ ചുമ്മാ എല്ലാ ദിവസവും ഇന്ന ടോക്ക്, സയൻസ് ഡേ സെലിബ്രേഷൻ, ഒന്ന് ചിരിക്കാൻ പോലും ഞങ്ങളൊക്കെ മറക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ ഭയങ്കര സുഖമാണ്. അപ്പോൾ പലരും സ്റ്റാറ്റസ് കണ്ടു വന്നിട്ടുണ്ട്. പ്രത്യേകം താങ്ക് യു അഞ്ജു. പ്രത്യേകിച്ച് എൻ്റെ ആസ്ട്രോണമിയിലെ കുട്ടികളിവിടെ വന്നതിൽ. ആസ്ട്രോണമിയിൽ ആരൊക്കെ വന്നിട്ടുണ്ട്? ഡെമോഗ്രഫിയിലെ ആൾക്കാരിങ്ങ് വരുമോ? ചുമ്മാ ഇപ്പോഴല്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ മൈക്കിൻ്റെ മുമ്പിൽ കയറി നിൽക്കുന്നതേ ഉള്ളൂ. നീ സ്റ്റേജിലോട്ട് വരേ. ആ മാസ്ക് ഒക്കെ ഒന്ന് മാറ്റിയാലും മുഖം ഒന്ന് കാണാം. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇത് പിടിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ വീഡിയോയിൽ വരും. അഞ്ജുവിനെ നമുക്ക് എവിടെ ആക്കണം? ICUവിൽ കൂടെ നില്ലേ. എൻ്റെ ഫോട്ടോഗ്രാഫർ എവിടെ? അമലേ വായോ. രോഹിത് വാ, ഒരു ഫോട്ടോ എടുക്കും. നിങ്ങളുടെ പേരുകളൊക്കെ ഒരിക്കൽ കൂടെ പറയണം. സാൻഡ്ര, ഹരിത, അനശ്വര, ആകാശ്, മുരാരി, അപർണ, അപ്ന, ഡാനി. ഞാൻ അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു. ഇയാളില്ലാതെ ടീച്ചറിന്റെ ടോക്കല്ലേ ഓൾറെഡി ടീച്ചർ. അഞ്ചു ഫേമസ് അല്ലെങ്കിലും ഞാനാണ് കുറച്ച് ഫേമസ് കുറവ്.
അഞ്ചു എന്നെയും കൂടെ ഫേമസ് ആക്കുക സ്റ്റാറ്റസിൽ. ഇനി എന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി ക്യാമ്പസ് കാണാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ച് നല്ല വെയിലുണ്ട്, അതുകൊണ്ട് എന്നോട് അമല് പറഞ്ഞേക്കുന്നത് സാറേ കുറച്ചും കൂടെ സാർ എന്തെങ്കിലും തള്ളി മറിക്ക്, അപ്പോഴേക്കും ചൂട് കുറച്ച് കുറയും. ഹരിതാലയം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഹരിതാലയം, ഹൈമാവതി കുളം. ഇതെല്ലാം ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാർ സ്ഥിരം അവിടെ കുറ്റിയാണ്, അതിൽ അവർക്കൊരു പുതുമ ഉണ്ടാകത്തില്ല. പക്ഷെ ഗവൺമെൻറ് കോളേജ് കാര്യവട്ടത്തുള്ള കുട്ടികളും എസ് എൻ കോളേജിലെ കുട്ടികളും ഒക്കെ ഹരിതാലയം, ഹൈമാവതി കുളം ഒക്കെ കാണണമെന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഈ ഹൈമാവതി കുളത്തിൻ്റെ അവിടെ നമ്മൾ ഇന്ന് കലക്കിയ എന്താ സാധനത്തിൻ്റെ പേര്, ടാങ്ക്. നമ്മൾ വളരെ ചെലവ് ചുരുക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കലക്കിയിരിക്കുന്ന ടാങ്ക് വെള്ളം ഹൈമാവതിയുടെ അവിടെ, ഹൈമാവതി കുളം വളരെ ഫേമസ് ആണ്. പ്രത്യേകിച്ചും ഹൈമാവതി ഒരു പ്രേതമാണ് എന്നും കൂടെ അറിയുമ്പോൾ ഒത്തിരി ഫേമസ് ആണ്. ഞാൻ ഈ കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച ആളാണ്. ഞാൻ ഇന്നും കാര്യവട്ടം ക്യാമ്പസിൽ ഹോസ്റ്റലിലെ നല്ല ഓർമ്മകളിൽ ഒരു ഓർമ്മയാണ് ഹോസ്റ്റലിന് മുമ്പിലുള്ള ഈ യക്ഷികൾ വരുന്ന ഒരു മരം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, പാലമരം. അപ്പോൾ ചില സമയങ്ങളിൽ നന്നായി പൂക്കുമ്പോൾ നമ്മുടെ സീനിയേഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു തരും, ആ റൂമിൻ്റെ താഴെ താമസിച്ചാൽ ആ ദിവസം നിനക്ക് അനങ്ങാൻ പറ്റില്ല. അതിൻ്റെ അനങ്ങി കാണിക്കാം, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ധൈര്യത്തിൽ നമ്മൾ പോയി കിടക്കും. സത്യമായിട്ട് അനങ്ങാൻ പറ്റിയിട്ടില്ല. ശരിക്കും പ്രേതമുണ്ട് എന്നൊക്കെ തോന്നും. എന്നിട്ട് സാറ് പഠിപ്പിക്കുന്ന ആസ്ട്രോണമി അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഹൈമാവതി കുളം ഭയങ്കര ശരിക്കും ഒരു പ്രേതാലയ അവസ്ഥയായിരുന്നു കുറേ നാൾ മുമ്പ് വരെ. പക്ഷെ ഇപ്പം ഹരിതാലയം പ്രൊജക്റ്റ് വരികയും ഹരിതാലയത്തിന്റെ പേരിൽ കുറേ തൈകളൊക്കെ പിടിപ്പിച്ച് അത് കുറച്ചും കൂടെയൊക്കെ ഭംഗിയായിട്ട് പ്രസന്റബിൾ ആയിട്ടുള്ള സ്ഥലമുണ്ട് തൊട്ടടുത്ത്. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അല്ലേ. അമൽ പോയിട്ടുണ്ടാ? അമലിനെ പരിചയപ്പെട്ട ഓരോരുത്തവന്മാരെ പോപ്പുലർ ആക്കുന്നുണ്ട്. അവനെ മാസ്ക് ഒന്ന് മാറ്റിക്ക്. ഈ ടോക്കുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ടോക്കുകളൊന്നും കേൾക്കാൻ പറ്റത്തില്ല, ഫുൾ ടൈം പുറത്ത് കറങ്ങി നടക്കുകയായിരിക്കും. അങ്ങനെ നമ്മുടെ കൂടെ ഫുൾ ടൈം കറങ്ങി ചെയ്യുന്ന അമല് നമ്മളെല്ലാവരെയും നമ്മളിന്ന് ക്യാമ്പസിൽ ഇവൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ക്യാമ്പസ് ഒന്ന് കാണുന്നു. എന്നിട്ട് ഹരിതാലയം എന്ന് പറയുന്ന സ്ഥലം, പിന്നെ അതുപോലെ തന്നെ ഹൈമാവതി കുളം, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ആദ്യം ഗവൺമെൻറ് കോളേജ് കാര്യവട്ടത്തെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം. വരൂ എല്ലാവരും. നീ ഒരു ഫോട്ടോ എടുക്കണേ അമലെ. വായോ, പേടിക്കാതെ വായോ, ഞാനൊന്നും ചെയ്യില്ല. നമുക്ക് എപ്പോഴും ഈ സ്ഥലത്ത് വരാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നല്ലേ. എപ്പോഴും കിട്ടൂല ഈ സ്ഥലം. ആദ്യം ഒന്ന് പേര് പറയൂ. ഇതെല്ലാം റീഡ് റെക്കോർഡ്. എനിക്ക് പേര് ഓർത്തിരിക്കാനൊന്നും ഇപ്പൊ പറ്റൂല, ബട്ട് പിന്നീട് പഠിക്കും. നല്ല തരാമല്ലോ. അരവിന്ദ് ജീവിതത്തിൽ ഒരിക്കലും മാസ്ക് മാറ്റില്ല അല്ലേ. അരവിന്ദ്, ഷിഫിന, രേവതി, അപർണ. ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ബയോളജി? ഫിസിക്സ്. ശരി, ഒരു ഫോട്ടോ എടുക്കണേ. ശരി, അപ്പം നിങ്ങളെല്ലാവരും ഉടനെ ഓടിക്കളയരുത്. ടാങ്ക് ഉണ്ട്, അവിടെ പോയി കുടിക്കാം. ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ, പാർലേജി അല്ലേ? ഉണ്ട് കേട്ടാ, അവിടെ ഇരിക്കും. ഇനി നമുക്ക് സൂപ്പർ 30 ആരാ ഉള്ളേ? എസ് എൻ കോളേജുകാരുണ്ട് അല്ലേ. എസ് എൻ കോളേജുകാരെല്ലാവരും ഇങ്ങോട്ട് വരുമോ? ധൈര്യമായിട്ട് പോര്. എസ് എൻ കോളേജിൽ നിന്നല്ലേ നമുക്ക് 100 പേര് വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ 4 പേരേ ഉള്ളൂ. നിങ്ങളെ സ്ഥലം വിടുമോ അതോ ഞങ്ങളുടെ കൂടെ ഒബ്സർവേറ്ററിയിലൊക്കെ വരുമോ? എന്ന് വരും. വെരി നൈസ്. ഇവിടെ നിൽക്കും. അവിടെ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. മാസ്ക് മാറ്റുന്നതിൽ വിരോധമില്ലെങ്കിൽ മാറ്റാം. ആര്യ, അമൃത, കൃഷ്ണ, അനന്ത്. എസ് എൻ കോളേജ് കൊല്ലമല്ലേ, അവിടെയല്ലേ ഈ ശ്രീജിത്ത് മാഷുള്ളത്?
അല്ലേ? ആ ശ്രീജിത്ത് മാഷല്ലേ എന്നെ ടോക്കിന് വിളിച്ചേക്കുന്നത് ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച. നിങ്ങളെ വിളിച്ചിട്ടില്ലല്ലേ? തിങ്കളാഴ്ച അല്ലേ എന്നെ വിളിച്ചിട്ടുണ്ട്. വീണ്ടും എന്നെ കേൾക്കേണ്ടി വരും. എന്തൊരവസ്ഥയാണ്. എൻ്റെ പേരെന്താണ്? അനന്ത്. ഫിസിക്സ് അല്ലേ എല്ലാവരും? അരുന്ധതി വായിങ്ങോ. അരുന്ധതി വരി. ഈ കോമ്പയർ ചെയ്യുന്ന ആളെ പരിചയപ്പെട്ടോ? വായോ അരുന്ധതി. ആ മാസ്ക് ഒക്കെ. ഇതാണ് അരുന്ധതി. ഇത്രയും നേരം ഒരു ശബ്ദം മാത്രത്തിൽ നിന്ന അരുന്ധതിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അരുന്ധതി, ഇനി ആരൊക്കെയുണ്ട് നമുക്ക് പരിചയപ്പെടാൻ? ഏതെങ്കിലും കോളേജ് ഉണ്ട് അറിയാമോ അരുന്ധതിക്ക്? NSS കോളേജ് ഉണ്ട്. NSS കോളേജിലെ കുട്ടികൾ ഇങ്ങ് വരൂ. NSS കോളേജ് നീറമങ്കരയാണോ? കൊട്ടിയം. ഓ, എന്നാ വാ. വായോ. ഒരാള് മാത്രം. വെരി നൈസ്. അത് കൊള്ളാലോ. എന്താ ഇയാളുടെ പേര്? പ്രണവ്. എങ്ങനെ പരിചയപ്പെട്ട് ഇവിടെ വന്നു ഒറ്റയ്ക്ക് ഇവിടം വരെ? ആരുണ്ട് ഫ്രണ്ട്സ്? നീനു. മീനു. മീനു കൃഷ്ണൻ ആണോ? മീനുജി ഇങ്ങ് വാ. ദീപ്തി ഇങ്ങ് വാ. കൈലാസ്നാഥ് ഇങ്ങ് വാ. അവൻ മുങ്ങി അടക്കാന്ന് തോന്നുന്നു. നമുക്കൊരു ഫോട്ടോ എടുക്കാം. അമൃത കോളേജ് വാ. അമൃത കോളേജ് വരൂ. അമൃത കോളേജ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ്? നിങ്ങൾ സ്ഥലം എവിടെയാണത്? അമൃത കോളേജ് കോയമ്പത്തൂരോ? ഓ ശരി. നിങ്ങൾ കൊള്ളാലോ. നിങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റുകളാണ് നമ്മുടെ. നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് വന്നത്? SL കൃഷ്ണ. അല്ല, നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിൽ ആരെയും പരിചയമില്ല. ഒരുത്തരെ പരിചയപ്പെടുത്തി തരട്ടെ. അതാണ് അമൽ. കേട്ട്? ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? അമൃത കോളേജിൽ നിന്നുണ്ട്. 2 വ്യത്യസ്ത സ്ഥലത്തുള്ള അമൃത കോളേജ്. കാര്യവട്ടത്തു നിന്ന് ആരാ ഉള്ളേ? വായോ. കാര്യവട്ടം കോളേജ് അല്ലേ? കാര്യവട്ടം കോളേജ് വായോ. നിങ്ങൾ വായോ. ഇവിടെ നോക്കിക്കേ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പരിചയപ്പെടുത്താൻ ഒരാളുണ്ട്. ധനേഷ് അല്ലേ? രാഹുലാണ്. രാഹുലെ ഒന്ന് വരെ. വിരോധം. ഇങ്ങ് വായോ. ഇത് രാഹുൽ. ഇവിടെ നിന്ന് കുറേ പണി നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന ആളാണ് രാഹുൽ. ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. ക്ലിഫിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന രാഹുലാണ്. ഇവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇനി വരാൻ പറ്റില്ല ഇങ്ങോട്ട്. താങ്ക് യു. രാഹുലേട്ടൻ. ഇതെല്ലാം കുറെ പേരുണ്ടല്ലോ. നിങ്ങൾ ഇത്രയും നേരം ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. ഗവൺമെന്റ് കോളേജ് കാര്യവട്ടം. അഭിരാമിയാണ് എന്റെ പുറയില്. ഈ കൊച്ചാണ് ഇത്ര ആൾക്കാരെ കൊണ്ടുവന്നത് അല്ലേ? അഭിരാമി സംഭവമായി പോട്ടാ. ശ്രീലക്ഷ്മി വന്നേ. ശ്രീലക്ഷ്മി ഉണ്ട്. ലക്ഷ്മി ശ്രീ ഉണ്ട്. ശ്രീലക്ഷ്മി മതിയോ? ശ്രീലക്ഷ്മി ഇങ്ങ് വാ. അരുണിമ എന്ന് പറഞ്ഞ ഇപ്പൊ അരിമണി എന്ന് വിളിച്ച കൊച്ചാ. വരെ അരുണിമ വരെ. ആര്യ ഇങ്ങ് വരെ. ഈ ശരിക്കും പറഞ്ഞ ഈ അരുണിമയെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങളാണല്ലേ?
വാ, ഇത് വീശി എടുക്കണം. കുറേ ഉണ്ട്, കുറേ പേരുണ്ട്. പേരൊന്നും കൂടി പറ. നേരത്തെ പറഞ്ഞായിരുന്നു പേര്. പറഞ്ഞ ശിവകൃഷ്ണൻ. നിങ്ങൾക്ക് കൊറോണ വരും നല്ല പേടിയുണ്ടല്ലേ? ശിവകൃഷ്ണൻ. ആ, നന്ദു, അരവിന്ദ്. ഗണേശൻ എന്നെ ഓർക്കുന്നു. ഫർഹദ് ജഹാൻ. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? ഇഷ്ടമാഷേ ഇതേ ക്ലിഫിൽ നിൽക്കുന്നു. ഉടനെ നൈസ്. ആ ആ, നല്ല കാര്യമാണ്. ഇല്ല, നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ. ശരി. സന്തോഷ വാർത്ത ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ പല കൂട്ടുകാർക്കും കോവിഡ് പോസിറ്റീവ് ആണ് കേട്ടോ. ആ ഫോട്ടോ അമ്മലെ സൂക്ഷിച്ചു വെച്ചേരെ, വേണ്ടി വരും. ആലോചിക്കുക, എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണ്ടായിരുന്നില്ല. അപ്പൊ എന്താ സംഗതി, നമ്മൾ ഇന്ന് ഇവിടുത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സൂപ്പർ 30 എന്ന് പറയുന്ന പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വർഷങ്ങൾ തുടരാനും ഒക്കെ ആഗ്രഹമുള്ള ഒരു പരിപാടിയാണ്. സൂപ്പർ 30-ലായാലും പിന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അലൂമിനൈ കൂടെയാണ് എന്നതാണ് എൻ്റെ ആഗ്രഹം. കഴിഞ്ഞ പ്രാവശ്യം സൂപ്പർ 30 പേരെ വിളിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് നാളെ 6 പേര് എന്നെ കാണാൻ വരാറുണ്ട്. 6 പേര് അലൂമിനി വിസിറ്റ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 30 പേരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അടുത്ത വർഷം വിളിക്കാവേ, എത്ര പേര് വരുമെന്ന് കാണാമല്ലോ. 5 ഉണ്ടാവും, എനിക്കറിയാം. അപ്പം എന്തായാലും അമലേ, നമ്മുടെ പരിപാടി ഇതാണ്. ഇവരെ ഒന്ന് കറക്കണം. സ്വസ്ഥമായൊരു സ്ഥലം കണ്ടുപിടിച്ച് ടാങ്ക് കൊടുക്കുക. 6:30 ആകുമ്പോൾ വണ്ടി വരും. എന്താണ് മെർലിൻ മെർലിൻ വാ. അയ്യോ, മെർലിൻ വാ. മെർലിൻ എഴുന്നേറ്റ് വാ. 2 വാക്ക് മെർലിനെ കുറിച്ച് പറയട്ടെ. വാ മെർലിൻ. ആ മാസ്ക് മാറ്റി. മെർലിനാണ് എല്ലാത്തിൻ്റെയും പുറയിൽ. മെർലിൻ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ക്യാമ്പസിൽ 45 കുട്ടികൾക്ക് ലീഡർമാരുണ്ട്. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അത് വളരെ ബോറൻ ഏർപ്പാടായിട്ട് തോന്നും. കൊച്ചിലെയൊക്കെ അല്ലേ ലീഡറുള്ളൂ, എന്തിനാണ് ഇപ്പം PG പഠിക്കുമ്പോൾ ലീഡർ? ഞങ്ങളിവിടെ എല്ലാ 15 ദിവസവും മാറുന്ന ലീഡറാണ്. 45 പേരും ലീഡറാകും. അപ്പം അങ്ങനെ ഈ ഒരു സയൻസ് ഡേയോട് അനുബന്ധിച്ചുള്ള സമയത്ത് ലീഡറാകാൻ ഭാഗ്യമോ നിർഭാഗ്യവും ഉണ്ട്. ഇത് രണ്ടും ആകാമല്ലോ. ആയതുകൊണ്ട് ആയ ആളാണ് മെർലിൻ. നമ്മൾ വിചാരിച്ചതിൽ നിന്ന് ഒത്തിരി അപ്പുറത്തുള്ള കാര്യങ്ങൾ മെർലിൻ ചെയ്യുന്നു. മെർലിൻ്റെ കൂടെ ഇന്നലെ കുറേ നല്ല ഓർമ്മകളുണ്ട്. ഇത് ഓർഗനൈസ് ചെയ്യുമ്പോൾ അത്ര എളുപ്പമല്ലല്ലോ പലതും. അപ്പം നിങ്ങൾ മെർലിനെ പരിചയപ്പെടുക. എനിക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു നല്ല മനസ്സ് മെർലിനുണ്ട്. അത് നിങ്ങളെല്ലാവരും പരിചയപ്പെടുക. മെർലിൻ പറയുന്നതൊക്കെ കേൾക്കണം കേട്ടാ. അപ്പം മെർലിൻ, അമൽ എല്ലാവരും കൂടെ നിങ്ങളെ കറക്റ്റ് എവിടെയാണോ ഈ ടാങ്ക് ഉള്ളത് അവിടെ എത്തിക്കൂല്ലേ? അത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണുള്ളത്. നിലവിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണുള്ളത്. അത് പൊക്കി എടുത്തോണ്ടൊന്നും വരാൻ പറ്റില്ല, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെർലിൻ കൊണ്ടുപോകും, നിങ്ങളെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോകും. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹൈമാവതി കുളത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്, അക്വാട്ടിക് ബയോളജി. നിങ്ങളെല്ലാവരും അതിൻ്റെ ഫ്രണ്ടിലൊന്ന് വന്ന് ആ പാടത്തൊക്കെ നിന്ന് ഒരു 2-3 ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ലതായിരിക്കും. എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. രാവിലെ കട അടയ്ക്കാം. താങ്ക് യു. അപ്പോൾ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ശരി.
did what I had to do. To protect our world. You cannot control everything, Strange. You opened the doorway between universes, and we don't know who or what will walk through it. Wanda, what do you know about the multiverse? Viz had his theories. He believed it was dangerous. He was right. I'm sorry, Stephen. Your desecration of reality will not go unpunished. We should tell him the truth. Things just got out of hand. You break the rules. Look out! You become a hero. I do it, I become the enemy. It doesn't seem fair.